Assalamu alaikum warahmatullahi ta'ala wabarakatuh. This is Sunil Candy from Morocco again with Shaima. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് രണ്ട് വീഡിയോസ് ഇട്ടിരുന്നു. ഒന്ന് 1 പീസ് മട്ടൻ ബിരിയാണി ഷെയ്മൻ്റെ ക്രിയേഷൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതേമാതിരി നമ്മളെ ദരീൻ്റെ ബർത്ത്ഡേ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലായിരുന്നു. ദരീന് പറഞ്ഞു പപ്പ എൻ്റെ വീഡിയോ ഒന്ന് ഇട്ടോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 4 മിനിറ്റ് വീഡിയോ ഒന്ന് ചടപറാന്ന് വേണ്ടി ഉണ്ടാക്കി ഇട്ടതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് ദരീന് ഒരുപാട് കമൻറ്റ്സ് കിട്ടി, ബർത്ത്ഡേ വിഷസ് കിട്ടി. താങ്ക് യു എവരി വൺ. അപ്പം ഇന്നത്തെ പരിപാടി എനിക്ക് എല്ലാ വീഡിയോസിലും ഓരോ കമൻറ്റ്സ് ഉണ്ട്. നിങ്ങളെ കല്യാണം കഴിച്ച എങ്ങനെയായിരുന്നു, ലവ് മാരേജ് എങ്ങനെയായിരുന്നു, അതൊന്ന് നിങ്ങൾക്കൊരു വീഡിയോ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലാണ് ഇന്ന് വന്നത്. അപ്പം ലവ് മാരേജ് ആണ് ഫസ്റ്റ്. നമ്മളെ ലവേഴ്സ് നമ്മൾ സ്കൂളിലായാലും കോളേജിലായാലും ആ സമയത്ത് നമുക്കൊരു ഫസ്റ്റ് ലവ് സെക്കൻഡ് ലവ് അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ ഫസ്റ്റ് ലവ് സെക്കൻഡ് ലവ് കഴിഞ്ഞിട്ട് തേർഡാണ് ഷെയ്മ. അല്ല, ഷെയ്മ എല്ലാം അറിയാം, ഷെയ്മക്ക് എല്ലാം അറിയാം. അപ്പോൾ ഷെയ്മയുടെ ഞാൻ കഥയെല്ലാം പറഞ്ഞത് ഇങ്ങനെ സ്കൂളിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഷെയ്മക്ക് പ്രശ്നമല്ല, കാരണം കുസ്കൂസെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 3 പ്രശ്നം, 1 2 3 മെഞ്ഞാന്ന് മറ്റേ 1 പീസ് മട്ടൻ ബിരിയാണി 1 2 3, അപ്പം 3 വലിയ കാര്യമാണ് ഷെയ്മക്ക്. അപ്പോൾ ഫസ്റ്റത്തത് പിന്നെ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പ്രേമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കലാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഫോൺ വിളി ഇങ്ങനത്തെ ദൂരെ നിന്നിട്ട്, അതായത് ഇതുവരെ ആ കുട്ടിയായിട്ട് ഒരു മീറ്റർ നിന്നിട്ട് സംസാരിച്ചിട്ടില്ല. ദൂരെ നിന്നിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കും. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നോക്കും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ. അപ്പം ബസ് പോകുമ്പോൾ ആ ബസ്സിലുണ്ടോ നോക്കും. ചിലപ്പം എന്നിട്ട് ആ ബസ്സും അങ്ങനെ 3ാമത്തെ ബസ്സിലെല്ലാം കയറാൻ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. 3 പ്രാവശ്യം ഇങ്ങനെ ബസ്സെല്ലാം പോയി എന്നിട്ട് ബസ്സിൽ നിന്ന് പോകുമ്പോൾ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കും. അതായിരുന്നു അങ്ങനെ ഒരു നോട്ടം അങ്ങനത്തെ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഇതുവരെയായിട്ട് പിന്നെ ഫോണ്, ആ സമയത്ത് ഫോണ് വിളിക്കാറുണ്ട്. എന്നിട്ട് ഹലോ പറയൂല, ഇങ്ങനെ ഫോണ് വെച്ചിട്ട് അങ്ങനെ ഒരു ഹലോ കേട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യും, വീണ്ടും വിളിക്കും, വീണ്ടും കട്ട് ചെയ്യും, സംസാരിക്കില്ല. അന്നേരം ഒരു പേടിയും അങ്ങനത്തെ ഇതെല്ലാം കൊണ്ടാണ്. ഇതെല്ലാം എന്നിട്ട് പിന്നെ മരത്തിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കൽ ഇങ്ങനെയെല്ലാം ആയിരുന്നു. ഓക്കെ, അന്നേരമുള്ളൂ. പക്ഷെ അതൊരു നല്ല രസമുള്ള ഇതായിരുന്നു. അത് ഏകദേശം ഒരു 3-4 കൊല്ലം അങ്ങനെ പോയി. വേറൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല, നേരിട്ട് അങ്ങനെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നോട്ടം നോക്കുന്നതിന് മുപ്പര ഒരു കസിൻ വന്നിട്ട് എന്നെ ഫോണ് വിളിച്ചിട്ട്, കാരണം ഞാനിങ്ങനെ ഫോൺ വിളിച്ച് കട്ട് ചെയ്യുമ്പോൾ കാലക്കേടിന് കോളർ ഐ ഡി കിട്ടി. ആ സമയത്ത് ഒരു കോളർ ഐ ഡി വെച്ച് എൻ്റെ നമ്പർ ഫൈൻഡ് ചെയ്ത് എന്നിട്ട് എന്നെ വിളിച്ചിട്ട് കുറേ നാണം കെടുത്തി, കുറേ പറഞ്ഞു. ഞാനതെല്ലാം കേട്ടിരുന്നു. എന്തിനാ ഇതെല്ലാം എനിക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല, എന്തിനാ നാണം കെടുത്ത്. കാരണം ആകെ ഇങ്ങനെ നോക്കൽ മാത്രമേ ഉള്ളൂ, നോക്കിയിട്ട് ഇങ്ങനെ പ്രേമിക്കലായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത് കോളേജിലും അതുപോലെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു നൈബർ നമ്മളെ വീടിൻ്റെ അടുത്തുണ്ട്. ആ സമയത്തുള്ള പുറത്തും ഇങ്ങനെ ദൂരം നോക്കാൻ തന്നെ അത് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഷെയ്മക്ക് അതല്ല, ഷെയ്മ എന്താ പറഞ്ഞതെന്നറിയോ, നമുക്ക് ആ 2 ആളെ വീട്ടിലും നമുക്ക് ഫാമിലി ആയിട്ട് പോകണം, എന്നിട്ട് ഒരു അസ്സലാമു അലൈക്കെല്ലാം പറയണം എന്ന് പറഞ്ഞ് ഏതാ നാട്ടിലും പോയി കഴിഞ്ഞാൽ പോകണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ 2ാമത് കോളേജിൽ, 2 കോളേജിലും അതേപോലെ ഇതിന് ഒരു 3-4 വയസ്സിൻ്റെ ഡിഫറൻസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് അറിയില്ല, നാട്ടിൽ പെൺകുട്ടികൾ ഒരു 18-19 വയസ്സാകുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കും. അപ്പോൾ എൻ്റെ ഒരു 21 കോളേജിൽ കഴിഞ്ഞ് പോകുന്ന നമുക്ക് ഇവരെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും അതേപോലെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തായാലും ഒരു വയസ്സ്, എന്തായാലും ഒരു 5-8 വയസ്സ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ റിയൽ ആയിട്ട് നമുക്ക് ലവ് ചെയ്ത് കല്യാണം കഴിക്കും. അങ്ങനെയാണ് ഞാൻ ഷെയ്മാന ഇൻ്റർനെറ്റിലൂടെ കുവൈത്തിൽ നിന്ന് കണ്ടത്. അതിൻ്റെ കഥകൾ ഞാനും ഷെയ്മ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പറയും. എന്നിട്ട് അവിടുന്ന് നമുക്ക് കംപ്ലീറ്റ് നമ്മളെ ലവ് സ്റ്റോറിയും നമ്മൾ കല്യാണം കഴിച്ച കാര്യവും പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഡിന്നർ ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കഥകൾ പറയാനുണ്ട്. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ നദര കാന്തിയോ. ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. അപ്പോൾ ഞാനും ഷെയ്മി ഇപ്പോൾ
ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്ന അവിടെ ഇരുന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇനി ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലാണ്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ കഫേയിൽ ഇരുന്നിട്ട് അവിടെ സംസാരിക്കാം. അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കഫേയിൽ നിന്ന് നമുക്ക് സ്റ്റോറീസ് എല്ലാം പറയാം. അപ്പോൾ നമ്മൾ കഫേയിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കുവൈത്തിൽ കോളേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു. ചെന്നൈ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ദുബായിൽ നിന്ന് കുവൈത്തിൽ പോയി. കുവൈത്തിൽ എനിക്ക് ജോബെല്ലാം ആയി സെറ്റായതിനു ശേഷം ഞാൻ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ എല്ലാവരും നോക്കുന്ന പോലെ ഞാനും ഒരു കല്യാണം കഴിക്കണം എന്നുള്ളതല്ല, വെറുതെ നമ്മളെല്ലാവരും ടൈം പാസിന് ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഷൈമനെ കണക്ട് ചെയ്യാൻ പറ്റി. ഷൈമയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഷൈമൻ്റെ പ്രൊഫൈലിൽ ഫോട്ടോ നല്ല രസമുള്ള കുട്ടി, നല്ല രസമുള്ള കുട്ടി അല്ലേ ഷൈമ? റിമെമ്പർ ദ ഫസ്റ്റ് പ്രൊഫൈൽ ഫോട്ടോ യു കെപ്റ്റ് ഇറ്റ് ഫോർ ഹൂസ് ഇറ്റ്? ഞാൻ ഓളെ മാമനെയാണ് ലൈനടിച്ചാൽ മതി, ഓളെ ഉമ്മാനെ. അതായത് ഇവളെ ഉമ്മാൻ്റെ ചെറുപ്പത്തിലൊരു ഫോട്ടോ ആയിരുന്നു പ്രൊഫൈൽ വെച്ചത്. ഞാനത് കണ്ട് ഞാൻ ഇവളാന്ന് വിചാരിച്ചത്. അങ്ങനെ കുറേക്കൾ നമ്മളിങ്ങനെ ഒരു മാസം വരെ ഞാൻ ഇവളോട് ഫോട്ടോയും ചോദിച്ചിട്ടില്ല. അപ്പോൾ അവൾ പിന്നെ എന്നോട് പറഞ്ഞ്, അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ് നല്ല ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ പറഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോട്ടോ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഓളെന്ത് ചെയ്തെന്നറിയോ? കാരണം ഈ പ്രൊഫൈലുള്ളത് ഇവളെ ഉമ്മാൻ്റെ ഫോട്ടോ ആണ്. ഞാൻ ഇവളാന്ന് വിചാരിച്ചിട്ടാണ് 2 മാസമോളം 1.5 മാസമോളം ഓടിയത്. അങ്ങനെ ഇവളെന്നെ ടെസ്റ്റ് ചെയ്ത് എങ്ങനെയെന്നറിയോ? ഇവൾ പറഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോട്ടോ വിട്ടുതരാം, എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. എന്നിട്ട് ഓളെന്താ സിസ്റ്ററിൻ്റെ ഫോട്ടോ എന്നിട്ട് ഇവളെ സ്വന്തം ഫോട്ടോ എനിക്ക് വിട്ടാന്ന്. എന്നിട്ട് എന്നോടൊരു ചോദ്യം, ഹൂസ് ബ്യൂട്ടിഫുൾ, മീ ഓർ മൈ സിസ്റ്റർ? പൂല്ലേ പോലത്തെ. ഓളങ്ങനെ ചോദിച്ചു. ഞാനെന്താ പറയാന്, ഞാൻ പറഞ്ഞ് നമുക്ക് ഇവളെ മഞ്ചാക്കണ്ടേ. ഞാൻ പറഞ്ഞ് എൻ്റെ സിസ്റ്ററിനെക്കാട്ടി ബ്യൂട്ടിഫുൾ നീ എന്നെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം തരുമ്പോൾ യു ഡിഡ്ന്റ് ടോക്ക് ടു മീ ഫോർ 2-3 hours. 3 days 2 ദിവസമൊക്കെ പിന്നെ സംസാരിച്ചിട്ടില്ല ആ സമയത്ത്. കാരണം ഇവളെ ഫോട്ടോ ഞാൻ അനിയത്തിയെന്ന് വെച്ചാൽ അപ്പം ഞാൻ കൂളായിട്ട് പറഞ്ഞു, ഓഫ്കോഴ്സ് നീ എന്നെ മൊഞ്ചത്തിന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മനെ പറ്റിയാണ് പറയുന്നത്. ഇവളെ പറ്റിയിട്ട് ഇവളെ കെട്ടി നല്ല മൊഞ്ച് ഇവളെ ഉമ്മയെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. 2 ദിവസത്തേക്ക് ഭർത്താനൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ തിരിച്ച് വന്ന് പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഫോട്ടോൻ്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ഇവളത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല ഇതാണ് ഞാനെന്നുള്ളത്. അപ്പോൾ എന്നോട് ഫോട്ടോ വെച്ചിട്ട് വീണ്ടും പ്രശ്നമായി. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഏറ്റവും ബേസ്റ്റ് ഫോട്ടോ എടുത്തിട്ടാണ് വിട്ടുകൊടുത്തത്. കാരണം ഞാൻ വെച്ച് അവിടെ പോയിട്ട് ലാസ്റ്റ് എന്നെ മാറിക്കൊണ്ടെന്ന് വെച്ചിട്ട് അതിനൊരു ആവറേജ് ഫോട്ടോ എടുത്തിട്ടാണ് വിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിമെമ്പർ ഫസ്റ്റ് ഫോട്ടോ ഇതിൽ ഡോക്ടർ വിട്ടൂടെ. ഞാനൊരു ഫോട്ടോ വിട്ടുകൊടുത്ത് 2 ദിവസം ഓളെ എന്നോട് ഭർത്താനം പറഞ്ഞിട്ടില്ല. അന്നേരം ഞാനെന്താ ചെയ്യുക, 2 ദിവസം എനിക്ക് തരിപ്പായി. എന്താടാ ഇവള് എൻ്റെ ഫോട്ടോ ഇട്ട് മുങ്ങിയ. എന്നിട്ട് ഞാനിങ്ങനെ മാനസമയിലെ മധുരം അങ്ങനെ പാട്ട് പാടിയിട്ട് 2 ദിവസം ഇരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ രണ്ടാളും ഫോട്ടോൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. കുറച്ചേരം ഇങ്ങനെ നിന്ന്. മുമ്പ് 2 days അഗെയിൻ വി സ്റ്റോപ്പ് ടോക്കിങ്. 10-14 കൊല്ലമല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ 2-3 ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഒരു ദിവസം ഓള് സ്വന്തമായിട്ട് കറക്റ്റ് പറഞ്ഞ് ഇതാണ് എൻ്റെ ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞു. ഇത് ഫാമിലി ഫോട്ടോ വിട്ടുകാരുണ്ട്. പിന്നെ ഇവളും ഉമ്മാൻ്റെ മുഖം കുറച്ച് പ്രായമുള്ളതാണ്. ഞാൻ പറഞ്ഞാ ഇവളാന്ന് വിചാരിച്ചിട്ടല്ല ഉണ്ടായത്. അങ്ങനെ ഓൾ എന്നിട്ട് അന്ന് ട്രൂ ആയിട്ട് എല്ലാ കാര്യം പറഞ്ഞു. ഇതെൻ്റെ മദറാണ്, ഇത്ര നാൾ കണ്ടത്, എനിക്ക് പണി തന്നതാണ്. ഇതെൻ്റെ ഒരു അനിയത്തിയുണ്ട്, ചെറുതാണ് നിറം. പിന്നെ ഒരു ബ്രദർ, വേറൊരു ഏട്ടത്തി, പിന്നെ ഇവള്. എല്ലാവരുടെ ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടിട്ട് ഇവളാണ് കാണിച്ചത്. ഞാനാകെ നിർത്തി. എനിക്ക് വർത്തമാനം പറയാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവളെ കെട്ടി മൊഞ്ചി മറ്റേടോന്നെല്ലാം അതാണ് മനസ്സിലായി ഇതായിരുന്നു സംഭവിച്ചത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഫാമിലിനെല്ലാം കണ്ടാൽ എനിക്കൊരു റിയൽ അറ്റാച്ച്മെൻറ്റ് തോന്നും. കാരണം ഇവള് പറഞ്ഞ് എൻ്റെ ഉമ്മാക്ക് സംസാരിക്കണം, ഉപ്പാക്ക് സംസാരിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഉപ്പാനെ നല്ല ഫാമിലി കണ്ടത്. അങ്ങനെ ഉപ്പയും ഉമ്മയായിട്ട് ഞാനായിട്ട് സംസാരിച്ചു. എനിക്ക് ലാംഗ്വേജ് തീരെ അറിയില്ല. ഉപ്പാക്ക് ചെറുങ്ങനെ ഇംഗ്ലീഷ് അറിയും. ഉമ്മ പിന്നെ ഫ്രഞ്ച്, സ്പാനിഷ്, ഇവിടെയുള്ള ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഉപ്പാനോട് ഇങ്ങനെ അപ്പോൾ ഉമ്മാൻ്റെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഉമ്മ ഇങ്ങനെ ലബേഴ്സ് അറബിയിൽ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളൊരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഫാമിലിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഫാമിലിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നി ഇത് എന്തോ എൻ്റെ ഒരു കണക്ഷൻ എനിക്ക് മനസ്സിലാണെന്ന് തോന്നി.
അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. ഐ പ്രപ്പോസ് വൺസ്. ഞാനങ്ങനെ ഫോണിലൂടെയാണ് പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഇങ്ങനെയാണ് അത് ഡിജു മാരേജ് ഞാൻ ഇതിൻ്റെ റെഡിയാന്ന് പ്രിപ്പയർഡ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു. വെരി ക്വിക്ക്ലി ഐ ഗോട്ട് ആൻസർ. സെയിം ടൈം ഷീ സെഡ് യെസ്. കാരണം നമ്മളൊരു 3 months വി വെർ ടോക്ക്. 3 മാസത്തോളം നമ്മൾ സംസാരിച്ചു. അങ്ങനെ എസ് പറഞ്ഞു. പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ സീരിയസ് ആയി. നമ്മൾ കാരണം നമ്മൾ ഇൻ്റർനെറ്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻ്റർനെറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ലവ്. അപ്പോൾ നമുക്ക് ആരെയും അറിയാൻ പറ്റില്ല. പിന്നെ ഷെയ്മൻ്റെ ലവ് എന്ന് പറഞ്ഞാൽ ഷെയ്മ എന്നെ ഫാമിലിയായിട്ട് കണക്ട് ചെയ്തതാണ്. ഓക്കെ, അത് നമ്മളൊരു അറേഞ്ച് മാരേജ് മാതിരിയായി. ഷെയ്മ മാത്രമല്ല, ഷെയ്മൻ്റെ ഉമ്മയായിട്ട് സംസാരിക്കും, ഷെയ്മൻ്റെ ഉപ്പയായിട്ട് സംസാരിക്കും, ഷെയ്മൻ്റെ അനിയത്തായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയാൽ അതൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റായി. അപ്പോൾ ഇൻ്റർനെറ്റ് നല്ലതാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇൻ്റർനെറ്റിൽ പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെരി കെയർഫുൾ ആയിരിക്കണം ഈ ഇൻ്റർനെറ്റ് ലവ്. യെസ്, ഷെയ്മ വെരി കെയർഫുൾ ആയിരിക്കും. പിന്നെ അൽഹംദുലില്ലാ എനിക്ക് ഐ ഗോട്ട് ദ ബെസ്റ്റ് ചീമു. ബിക്കോസ് ഓള് സ്വന്തമായിട്ടുള്ള കാരണം 2 മാസം എന്നെ അവർ ക്യാപ്ചർ ചെയ്തു. ഞാൻ എന്താണ്, ആരാണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഓളെ ഫോട്ടോ എനിക്ക് വിട്ടുവരുന്നത്. 2 മാസത്തോളം ഓൾ ഫോട്ടോ, 1.5 മാസത്തോളം എനിക്ക് ഫോട്ടോ ഒന്നും കിട്ടിയിരുന്നില്ല. ഉമ്മാൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഓൾ. അപ്പോൾ ഓളൊരു പ്ലാൻ, ഓളെന്നോട് പറഞ്ഞു എൻ്റെതും പ്ലാൻ ഒരു നല്ലൊരു ഹസ്ബൻഡിനെ ഇങ്ങനെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കെ, മൊറോക്കോൻ്റെ പുറത്ത് കല്യാണം ചെയ്യും. അപ്പോൾ എന്നെ കിട്ടി. അപ്പോൾ ഷെയ്മ കുടുങ്ങി. എന്താ കുടുങ്ങിയത്? യു ലോക്ക് ബൈ ആന്ന്. അങ്ങനെ നമ്മൾ അത് ആ സംഭവം ഇങ്ങനെ ടെലിഫോൺ കാര്യങ്ങളിലായിട്ട് പോയി. അപ്പോൾ എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് വന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് കല്യാണത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ തുടക്കം അങ്ങനെയായിരുന്നു. ഇൻ്റർനെറ്റ് അതുകൊണ്ട് ഐ ഡോണ്ട് സപ്പോർട്ട് ഇൻ്റർനെറ്റ് ആക്ച്വലി. ബട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലവ് ഉണ്ടെങ്കിൽ ഐ ഹാവ് ബി വെൽ പ്ലാൻഡ്. അതായത് നിങ്ങൾക്ക് ഒരു കണക്ഷൻ നിങ്ങൾക്ക് സെറ്റാകുന്നുണ്ടോയെന്നൊന്ന് ശരിക്കും നോക്കണം. കാരണം നിങ്ങൾ ഒറ്റയടിക്ക് കണ്ണുപൂട്ടിയിട്ട് ലവ് ലൈഫിൽ ഇറങ്ങാൻ പാടില്ല. കുറച്ച് സമയമെടുത്ത് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ആ സമയത്ത്, അതായത് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു 2005 സംഭവമാണ്. ആ സമയത്തുള്ള ഇൻ്റർനെറ്റ് ഇറ്റ് വാസ് വെരി ന്യൂ. ഒരു പുതിയ ഭയങ്കര ന്യൂ ആണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ റിയാലിറ്റിയാണ് പുറത്തു വരുന്നുള്ളൂ. It was real love on 2005, 6, 7 ആ സമയത്ത്. ഇപ്പോൾ ഉള്ളത് എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എവ്രിബഡി ഇൻ ഓൺലൈൻ. ആ സമയത്ത് ഫ്യൂ പീപ്പിൾ മാത്രം ഓൺലൈൻ ഉണ്ടാകും. അപ്പോൾ ഇപ്പം വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് ലവ് എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പം നിങ്ങൾക്ക് ഒന്നും റിയലായിട്ട് അറിയില്ല. എനിവേ നമ്മളിനി കല്യാണത്തിൻ്റെ ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതായിട്ട് ഞാനത് പ്രപ്പോസ് യെസ് എന്ന് പറഞ്ഞു. ഞാൻ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു. ഞാൻ സ്മിത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഉമ്മാനെ വിളിച്ച് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞ് മോനെ എനിക്ക് ഒരു പ്രശ്നമില്ല, നീ എവിടെ കല്യാണം. ഞാൻ ഇങ്ങനെ മൊറോക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് എവിടെയാണ് മൊറോക്കോ, ആഫ്രിക്ക, എൻ്റെ ഉമ്മ ആഫ്രിക്ക എന്നെല്ലാം പറഞ്ഞു എന്നോട്. എന്നാലും അപ്പോൾ ആഫ്രിക്ക എന്നെല്ലാം പറഞ്ഞിട്ട് ഉമ്മ ബേജാറായി. എന്നാലും ഉമ്മ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, നീ എല്ലാവരും അനുഗ്രഹം എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ നീ കല്യാണം കഴിച്ചോ, നമ്മളെല്ലാവരും ഓക്കെ, നമ്മളെല്ലാം ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അനുഗ്രഹത്തിനായിട്ട് നാട്ടിൽ ഇതിൻ്റെ പ്ലാനിങ് തുടങ്ങി. കാരണം അതിനു മുമ്പ് എനിക്കൊന്ന് പിന്നെ മൊറോക്കോയിലൊന്ന് വന്നിട്ട് ആളെ ഒന്ന് ഇവരുടെ ഫാമിലി, നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ മാത്രം കണ്ടില്ല, അപ്പോൾ വന്നിട്ടൊന്ന് ഫാമിലി എങ്ങനെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് മൊറോക്കോയിലേക്ക് വന്നു. മൊറോക്കോയിൽ എത്തിയാലും ഞാൻ കാസബ്ലാങ്ക എയർപോർട്ടിൽ നിന്ന് കണക്ഷൻ ടു മറാക്കാഷ് എയർപോർട്ട്. കാരണം ഇവർക്ക് മറാക്കാഷ് അറൗണ്ട് 50 kilometers ഒക്കെ ഉള്ളൂ അല്ലേ. ഒരു ജനുവരി ഞാൻ ജാക്കറ്റിലിട്ടുള്ള വന്നു. ജനുവരി ഷാറുഖ് ഖാനൊന്നല്ല, എന്നാലും ഇങ്ങനെ എൻ്റെ ഫോട്ടോ വിട്ടുതരാം. അവൾക്ക് ഫസ്റ്റ് വിട്ട ഫോട്ടോ ഒരു ഫോട്ടോ ഉണ്ട്, അതിൽ ഞാൻ കാണിച്ചത്. മരണ വിറ്റ ഒരു സേഡൻ കാരണന്മാരിലൊരു ഫോട്ടോ ഞാൻ വിട്ടുകൊടുത്തത്. അതെല്ലാം വിട്ടിട്ട് എന്നിട്ടും മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് റിയലായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മൊറോക്കോയിലേക്ക് ആദ്യമായിട്ട് വന്നത് കാസബ്ലാങ്ക എയർപോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് കണക്ഷൻ ടു മറാക്കാഷിൽ ഇറങ്ങി. അപ്പോൾ മറാക്കാഷിൽ എത്തുമ്പോൾ ഷെയ്മൻ്റെ ഫാദർ, ഷെയ്മൻ്റെ മദർ, ഷമേലല്ലേ, ഇവളെ സിസ്റ്ററും എല്ലാം വന്നു. ഞാൻ ഇങ്ങനെ എയർപോർട്ടിലെത്തുമ്പോൾ ഒരു ചെറിയ ഷെയ്മ. അന്നേരം ഞാൻ വെച്ചല്ല ഇത് വളരെ ചെറുതല്ലോ ജാട വന്നിട്ടാണെങ്കിൽ തോന്നി. കാരണം ആ സമയത്ത് 16 കഴിഞ്ഞ് 17 വയസ്സായിട്ടേ ഉള്ളൂ ആ സമയത്ത്. പക്ഷെ അതൊരു ചെറിയ കുട്ടിയാണ് ഇപ്പോൾ ആ സമയത്ത് അല്ലേ ഷൈമ? സ്മോൾ ബേബി. ഞാൻ എയർപോർട്ടിൽ എത്തിയാലോ അവളിങ്ങനെ എന്നെ ചെയ്യാൻ വെച്ചല്ല. എനിക്കെങ്കിൽ 28 വയസ്സാണ്, 28.
നമ്മൾ തമ്മിൽ ഏകദേശം 12 വയസ്സിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ അതും പ്ലാൻഡാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് നമ്മൾ സ്കൂളിലും കോളേജിലെല്ലാം ലവറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് കാരണം പെൺകുട്ടികളെ നമ്മൾ ഈ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 26, 27, 28 വയസ്സിലാണ് കല്യാണം കഴിക്കുക. പെൺകുട്ടികൾ അതേമാതിരില്ല 18, 10. അപ്പോൾ ഏകദേശം ഒരു 8 കൊല്ലത്തിൽ ഡിഫറൻസിൽ മിനിമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഷെയ്മിനെ 12 കൊല്ലത്തെ ഡിഫറൻസിൽ എനിക്ക് ഷെയ്മിനെ കിട്ടി. അങ്ങനെ ഞാൻ കല്യാണത്തിൻ്റെ പ്ലാനായിട്ട് ഞാൻ ആരോടും അറിയിക്കാൻ ഉമ്മാനെ മാത്രം അറിയിച്ചിട്ട് ഞാൻ ഉമ്മാനെ ആക്കൂനെ അറിയിച്ചു. എന്നിട്ട് മൊറോക്കോയിൽ ഒരു ട്രിപ്പ് പോയി. അത് ഇന്ത്യൻ മാരേജ്. ഐ മീൻ മൊറോക്കോ ട്രിപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ മൊറോക്കോയിലെത്തി. അങ്ങനെ ഇവരെ ഉപ്പാൻ്റെ കാറിൽ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കഫയിൽ നിന്ന് ജ്യൂസ് അടിക്കുന്നില്ല, അതിൻ്റെ സൗണ്ട് കേട്ടോ. ഇവരെ വീട്ടിലേക്ക് നമ്മൾ അവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. 1.5 hours ഡ്രൈവ് നമ്മൾ ഇവരെ വീട്ടിൽ യൂസഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുമ്പോൾ ഇവരെ കുടുംബക്കാർ 2-3 ആൾക്കാർ അവിടെ ഉണ്ട്. ഓക്കെ, അവിടെ എല്ലാം കണ്ട് അവരെല്ലാം മീറ്റ് ചെയ്ത് നമുക്ക് ഒരു 2 ഫ്ലോറിൻ്റെ ഒരു വില്ലയായിരുന്നു യൂസഫിയയിൽ. ഇപ്പോൾ ആരും താമസിക്കുന്നത് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ താഴെ ഇവർ ഉപ്പയും ഉമ്മേൻ്റെ റൂം താഴെയാണ്. ഷമേലിൻ്റെയും ഷെയ്മൻ്റെയും റൂം താഴെ നെക്സ്റ്റ്. നമുക്ക് മേല, എനിക്കും പിന്നെ മുവാദ് ഒരു ബ്രദറുണ്ട്, മൂപ്പറും ഞാനും മേല താമസിക്കുന്നത്. അങ്ങനെ അവർ നമ്മൾ എന്നിട്ട് താമസം ഞാനവിടെ പോയത് ഒരു 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കൊണ്ട് ഇവരെ ഫാമിലി എന്താണ് നമ്മളെ ഫാമിലിയായിട്ട് ഒന്നിച്ച് പോകുന്നുള്ളതിലാണ് ഞാൻ പോയത്. അങ്ങനെ നമ്മളവിടെ പോയി. നമ്മൾ വീട്ടുകാരെല്ലാം കണ്ട് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും പിന്നെ ഇവരെ ലൈഫ് സ്റ്റൈലും നമ്മളെ നാട്ടിലതേ ഒരു ഇവരെ കുടുംബക്കാരുടെ അടുത്ത് വീട്ടിലെല്ലാം പോകുമ്പോൾ എനിക്ക് നാട്ടിലുള്ള അതേ ഒരു കൾച്ചർ എനിക്ക് തോന്നി. ഈ മൊറോക്കൻ സാധാരണ നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ളവരെ അറബികളായിട്ടും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ മാത്രമല്ല ഈ സ്ട്രേഞ്ചേഴ്സായിട്ടും ഇവർ നല്ല അറ്റാച്ച്മെൻറ്റാണ് മൊറോക്കോയിലുള്ളത്. അപ്പോൾ എനിക്കതൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വരുമ്പം തന്നെ എനിക്ക് പിന്നെ ഇവരൊരു എൻഗേജ്മെൻറ്റ് നടത്തുമെന്നുള്ള ഇതായിരുന്നു വന്നത്. അങ്ങനെ വന്ന് ഞാൻ ഇവൾക്കൊരു മോതിരിട്ട് കൊടുത്തു. എന്നിട്ട് തിരിച്ച് ഞാൻ മൊറോക്കോയിലേക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, കുവൈറ്റ് തിരിച്ചു വന്നിട്ട് ഞാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കല്യാണത്തിൻ്റെ പ്ലാൻ ചെയ്തു. 2005 നമ്മൾ മീറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ഇൻ ഓഗസ്റ്റ്. We met on August, July. We went on July and come on January. 2006 ജനുവരിയിൽ ഞാൻ വന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു മോതിലെടുത്ത് തിരിച്ചു പോയി. 2006 ജൂലൈയിലേക്ക് ഞാനിവിടെ വരാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ തിരിച്ച് കുവൈത്തിൽ വന്നിട്ട് ഞാൻ എല്ലാ നാട്ടുകാരെല്ലാം, അതായത് ഉമ്മാനെ അറിയിച്ചു, പിന്നെ അമ്മായിമാരെ അറിയിച്ചു, കുറേ എൻ്റെ പിയാപ്പിളന്മാരും ബ്രദേഴ്സും ആക്കും. ഉമ്മയെല്ലാം നല്ലതായിരുന്നു. പല ആൾക്കാരും എനിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം ആ സമയത്ത് ഇങ്ങനെ ഒരു കല്യാണം നടക്കാത്തൊരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2005 ലവ് മാരേജ് എന്നെല്ലാം പറയും. ഇത്രയും ദൂരമുള്ള സ്ഥലം, നമ്മുടെ തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാന്നല്ലാണ്ട് പുറത്തുള്ളവർ, അതായത് തൃശ്ശൂർ പോയിട്ടോ അതേപോലെ ചെന്നൈയിൽ പോയിട്ടോ അങ്ങനെയുള്ള പോയിട്ടുള്ള വളരെ ചുരുക്കം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് വേറൊരു കോണ്ടിനെൻറ്റ്, ഇന്ത്യക്കിൽ ഏഷ്യയിലും അല്ല, വേറൊരു കോണ്ടിനെൻറ്റ് ആഫ്രിക്ക എന്നെല്ലാം പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് അത് പിടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പല ആൾക്കാരും എഗെയിൻസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതിനെ ഞാനൊരു സമയമെടുത്തു. അങ്ങനെ ഞാനെന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അങ്കിളിനെ അറിയിച്ചു. അങ്കിള് എൻ്റെ ഉമ്മാൻ്റെ അങ്ങള, അതായത് മൂപ്പറെ അറിയിച്ചു. മൂപ്പറ് പറഞ്ഞു ഓക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്, മൂപ്പർക്ക് നല്ലോണം സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പരെ എല്ലാ വീടുകളിലും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് കല്യാണം കഴിക്കണം, ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉറപ്പിച്ചു പോയി, അപ്പോൾ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നസീർക്ക് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ വന്ന് നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഫാമിലി എന്താണെന്ന് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ചെയ്യാൻ തോന്നും, നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ആക്കും നസീർക്കും നമ്മൾ ജൂലൈയിൽ വന്നു. ഞാൻ നേരം കംപ്ലീറ്റ് നിക്കാഹ് ചെയ്യേണ്ട എല്ലാ സെറ്റപ്പിലാണ് വന്നത്. അത് ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. കാരണം എനിക്കറിയാം ഇവരവിടെ വന്നു കഴിഞ്ഞാൽ, കാർണറും ബ്രദറെല്ലാം വന്നു കഴിഞ്ഞാൽ ഫാമിലി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് നിക്കാഹിൻ്റെ സാധനങ്ങളിലും മഹരെല്ലാം വാങ്ങിയിട്ട് പോയി. അങ്ങനെ നമ്മൾ അവിടെ കാസബ്ലാങ്കയിൽ പോയി. അന്ന് മറക്കാസ് കണക്ഷൻ യൂസഫിലെത്തിയിട്ട് ഇങ്ങനെ ഫാമിലിനെ കണ്ട് ദേ ആർ വെരി ഹാപ്പി. അങ്കിളിനും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, ബ്രദറിനും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മളൊന്ന് മറക്കാശ് വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ ഫാമിലി നല്ല അറ്റാച്ച്മെൻറ്റ്. 3-ാം ദിവസം ഞാൻ കാറിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിക്കാഹ് ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം
എനിക്ക് കല്യാണം. അപ്പം മൂപ്പര് ആ സമയത്ത് തന്നെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ നിൽക്കാൻ പ്ലാനായിട്ട് വന്നത്. നിങ്ങൾ അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ കേട്ടാൽ, കാരണം നീ ഉമ്മാനോട് ചോദിക്കുന്നില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ നീ നസീർക്കാമ്പിൽ എല്ലാവരും കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നീ കല്യാണം അവരെ കഴിക്കുവാണെങ്കിൽ അവരെ തന്നെ കഴിച്ചോ, പക്ഷേ കല്യാണം നിക്കാതെ ചെയ്യുക, എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു റിസപ്ഷൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൂടിയ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു അതൊരു നല്ല ഐഡിയ ആണ്, കാരണം വെൽ പ്ലാൻഡ്. കാരണം എനിക്ക് ഒരു കൊല്ലം വേണം, കാരണം ഇവർക്ക് ഈ ഷെയ്മക്ക് അന്നേരം 17 വയസ്സ് കഴിഞ്ഞിട്ടാണ്, നാട്ടിലൊരു 18 വയസ്സ് കഴിഞ്ഞാൽ അത് കല്യാണം കഴിക്കാനും റിസപ്ഷനിലെല്ലാം പറ്റുള്ളൂ. അതിന് ഞാൻ നിക്കാഹ് അവിടെ നിന്ന് എൻ്റെ നിക്കാഹിൻ്റെയും എൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഇടാം. നിക്കാഹ് ഞാൻ എൻ്റെ കാർന്നൂർത്തും മുമ്പിൽ വെച്ചിട്ട് അവിടെ നടത്തി. അവരെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ. നിക്കാഹ് കഴിഞ്ഞു, നമ്മളൊരു ഒരാഴ്ചയോളം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഞാൻ കുവൈറ്റിലേക്കും അബൂബക്കർ ദുബായിലേക്ക് പോയി, എൻ്റെ കാർന്നൂർ നാട്ടിലേക്ക് പോയി. അങ്ങനെ നാട്ടിൽ ഇക്ക എത്തിയിട്ട് എല്ലാവരെയും അറിയിച്ചു. എനിക്ക് കുറേ എഗെയിൻസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അവരെല്ലാം ഇക്ക പോയിട്ട് സംഭവം പറഞ്ഞു കൊടുത്തു. നല്ലൊരു ഫാമിലിയാണ്, സുധീറിൻ്റെ പറ്റിയ കുട്ടിയാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 60-70% ഓക്കെ ആയി. അങ്ങനെ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വിവാഹത്തിൻ്റെ പ്ലാനിലേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വെച്ചു. അപ്പോൾ നമ്മളെ ഷൈമ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഷൈമ എന്തെങ്കിലും പറയണ്ടേ? Remember when I proposed to you first time, I said, will you marry me? You said suddenly yes. Why? Yeah, me too, I don't know. No, it's suddenly come from my mind. എന്നെ കാണാണ്ട് പെട്ടെന്ന് മൈൻഡ് I ഓക്കെ. feel that I trust you. അപ്പോൾ എന്നെ ട്രസ്റ്റ്. അപ്പോൾ എൻ്റെ സംസാരം ചിലപ്പോൾ എൻ്റെ സംസാരത്തിലൂടെ ഞാൻ അത് ട്രൂ ആണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതാ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ആ സമയത്തുള്ള ഇൻ്റർനെറ്റ് വാസ് ട്രൂ. അതായത് 2003, 4, 5, 6 അപ്പോൾ റിയലായിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർ. പക്ഷേ ഇപ്പോൾ ആണ് ഇൻ്റർനെറ്റിൽ വളരെ, അപ്പോൾ ഇൻ്റർനെറ്റ് ഇസ് ഡേഞ്ചറസ് ഓൾവേസ്. എന്നാലും നിങ്ങൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നല്ല, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻ്റർനെറ്റിൻ്റെ കാര്യം. ഇൻ്റർനെറ്റിലാവുമെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് ഫാമിലി തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. നിങ്ങളൊരു പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രസ്റ്റബിൾ ആവും, എല്ലാവർക്കും അങ്ങോട്ട് അറിയുന്നത്. അല്ലാണ്ട് ഹിഡൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങളൊന്നും അത് No, ശ്രദ്ധിക്കണം. but your family was 100% on the end. അത് പറഞ്ഞത് ആദ്യം ആ സമയത്ത് നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. ഷെയ്മ എപ്പോഴും ചോദിക്കും എല്ലാവരും ഓക്കെ ആയോ, എല്ലാവരും ഓക്കെ ആയോ, ഇവർക്കൊരു ബേജാറാണ്. ഞാൻ പറഞ്ഞ എല്ലാം വരുന്നുണ്ട്. ലാസ്റ്റ് നാട്ടിലെത്തിയ ഉടനെ അങ്ങനെ എല്ലാവരും, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവളും ഉമ്മയും ഉപ്പയും പിന്നെ ഇവളെ അനിയത്തിയാണ് വന്നത്. അങ്ങനെ നാട്ടിൽ വന്നു. എയർപോർട്ടിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു ബസ് പിടിച്ചിട്ട് വന്നത്. അപ്പോൾ എൻ്റെ അമ്മായിമാരെല്ലാം വന്നു ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വന്നു, ഇവരെല്ലാവരും കണ്ടു. അന്നേരം തന്നെ അമ്മായി പറഞ്ഞു, അത് ഈ ചെറിയ കുട്ടിയെ നീ തട്ടിക്കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മായി ചെയ്മന പറഞ്ഞു, ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടാച്ചിട്ടുണ്ട് സുനീർ എന്ന് പറഞ്ഞു. കാരണം അന്നേരം ഇവരിൽ പെട്ടെന്ന് കണ്ടേരം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇവൾ ഉപ്പ എന്ത് ചെയ്യുന്നേരം ഉപ്പ പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പിലിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുമ്പിലിരിക്കണ്ടേ, ഭയങ്കര ഡേഞ്ചറാണ് പറഞ്ഞത്. ബസ്സിൻ്റെ മുമ്പിലിരിക്കാൻ, കാരണം ഡ്രൈവറുടെ സൈഡിലൊരു മറ്റേ മിനി ബസ്സല്ലേ, നമ്മൾ മുമ്പിലിരിക്കണ്ട. കാരണം മൊറോക്കോയിലെ റോഡ് അന്നേരം നല്ല റോഡ്സാണ്, വൺ വേ നമ്മുടെ നാട്ടിൽ ഡബിൾ റോഡാണല്ലോ. മൂപ്പർ മുമ്പിലിരുന്നു, അവനിരുന്നു. മുമ്പിലിരുന്നിട്ട് നമ്മൾ മറ്റേ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് ആ മെയിൻ റോഡ് ബൈപ്പാസിൻ്റെ ഏറ്റവും അന്നേരം ബൈപ്പാസ് ഇല്ലെന്നുണ്ട്, ഏതൊരു മെയിൻ റോഡിൽ കയറിയാലോ മുമ്പൊന്നും ഒരു ലോറി, സാധാരണ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്, ബസ് വരുമ്പോൾ മുമ്പ് ലോറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയി. You know, I thought I'm dreaming. Really, I thought I'm dreaming. ഇവളെ ഒപ്പം ഒരു ഓട്ടോ ബാക്കിൽ കംപ്ലീറ്റ് അമ്മായിമാരിലിരിക്കുന്നത്. മുമ്പ് നിറയ്ക്കുക ഒരു ബാക്കിൽ വന്നിട്ട് ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു ഷെയ്മോട്. ഷെയ്മോന്ന് ആ ലോറി വന്നിട്ട് ഇങ്ങനെ നമ്മൾ അസറായിട്ടെല്ലാം വരുന്ന വലിയ എന്നിട്ട് പോയി വരും. ഞാൻ പറഞ്ഞു അങ്ങനെയാന്ന്. അപ്പോൾ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണ്ട, ഇവിടെ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഇവിടെ കാണില്ല. ഇവിടെ കാരണം അങ്ങനെ പെട്ടെന്ന് കണ്ടുകൊണ്ടാണ് അത്രയും വണ്ടികൾ ബൈക്കുകൾ ഇങ്ങനെ മുമ്പിൽ വന്ന് പോകുന്നത്. അപ്പോൾ ഭയങ്കര സ്കേറി നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് അതിപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിൽ കുറേ കാലങ്ങൾ നിന്നിട്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒരു മാറ്റമില്ല, ആ ഒരു മാറ്റം മൂപ്പർക്ക് തോന്നിപ്പോയി. പക്ഷേ ഈ ലോറിനെ ഫസ്റ്റ് കണ്ടിട്ട് ഹാർട്ടെല്ലാം എന്തെല്ലോ ആയിപ്പോയി എന്നല്ല പറഞ്ഞത്, കുറേ പേടിച്ചിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇവരെ സംസാരം കാര്യങ്ങളെല്ലാം കണ്ട് എല്ലാവർക്കും നല്ലോണം ഇവരെ കുടുംബക്കാരെല്ലാം വല്ലാണ്ട് ഇവർ ഉപ്പാനും എല്ലാം വല്ലാണ്ട് ഇഷ്ടപ്പെട്ട. ഇപ്പം ഉപ്പാൻ്റെ കാര്യം എല്ലാവരും ചോദിക്കും, ഉപ്പാനെ ഇതുവരെ കാണിച്ചിട്ടല്ലോ, ഉപ്പാനെ ഇതുവരെ കാണിച്ചിട്ട് when my papa eat chili, he thought എനിക്കിത് അത് അതിൻ്റെ സംഭവം അറിയോ, ഇവിടെ ക്യാപ്സിക്കം നമ്മളെ ചില്ലിയില്ലേ വളരെ കുറവാണ്. നിങ്ങൾ കണ്ടിട്ട് ഒരു ബിരിയാണിക്ക് ഒരൊറ്റ ചില്ലി മേലെ ഇങ്ങനെ സ്റ്റോര് വെക്കുള്ളൂ, തിന്നലില്ല.
അപ്പം നമ്മൾ കുറേ ചില്ലി ഇങ്ങനെ മുറിച്ചിട്ട് ഓരോ മറ്റേ ചിക്കൻ ഫ്രൈൻ്റെ മേലെല്ലാം ചില്ലി ഇങ്ങനെ പച്ച മുളക് ഇങ്ങനെ മുറിക്കൂലേ, ഇവിടെ ക്യാപ്സിക്ക വെക്കല്. ഇയാൾ വെച്ച് ക്യാപ്സിക്കം വെച്ച് നമ്മൾ ഉപ്പ പറഞ്ഞ് ഉപ്പ അങ്ങനെ ക്യാപ്സിക്കം എടുത്തിട്ട് അങ്ങനെ തിന്നിട്ട് എഴുന്നിട്ട് ഒരു എണീക്കിൽ കസാലിൻ്റെ അത് ആടി നോക്കി. എന്നിട്ട് വെള്ളത്തിന് വെച്ചിട്ട് ഉമ്മാമ കൊടുത്ത വെള്ളം ചൂടുവെള്ളം, അതങ്ങനെ ചൂടുവെള്ളം എടുത്തിട്ട് വെള്ളം പെട്ടെന്ന് കിട്ടിയല്ലേ, അങ്ങനെ ഒരു കുടി അതങ്ങനെ മേത്തെല്ലാം മാറി. കാരണം ഇവർ മൊറോക്കോയിൽ ആരും ചൂടുവെള്ളം കുടിക്കുക. നോ ബഡി ഡ്രിങ്ക് ഹോട്ട് വാട്ടർ, നോ ബഡി മൊറോക്കോ. ഒരാളും നിങ്ങളിപ്പോൾ എത്ര I think it's healthy. യെസ്, ബട്ട് മൊറോക്കോയിൽ ആരും ചൂടുവെള്ളം ഇതുവരെ കുടിച്ച ശീലമില്ല. അപ്പോൾ പിന്നെ ഉപ്പാക്ക് വെള്ളം വേണ്ടി ചോദിച്ചാൽ സാധാരണ വെള്ളം വെച്ചിട്ട് കുടിച്ചാൽ അത് ചൂടുള്ള വെള്ളമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ചൂടുവെള്ളമല്ല കുടിക്കല്. അപ്പോൾ ആ സമയത്തെല്ലാം അപ്പോൾ നല്ലോണം ചൂടുവെള്ളം കുടിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് അത് കിട്ടിയത് അതൊന്ന് എഫക്റ്റായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങനെ നമ്മളെ കല്യാണം അവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണം, ഒരുപാട് പേരുടെ മുമ്പിൽ കല്യാണം നമ്മുടെ നാട്ടിൽ റിസപ്ഷൻ നടത്തിയിട്ട് നമ്മൾ ഒരു മാസത്തോളം ഇവരുടെ ഫാമിലി എല്ലായിട്ട് നമ്മളവിടെ നിന്നു. പിന്നെ ഷെയ്മ വാട്ട് യു ലൈക്ക് ഇൻ ഇന്ത്യ? ഐ മീൻ നമുക്ക് ഷെയ്മനോട് ചോദിക്കാം, ഇന്ത്യയിൽ കേരളത്തിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട, എന്നെ കല്യാണം കഴിച്ചിട്ട് ഇവൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചോക്കാം. I love Kerala. Very nice. The nature, it's green everywhere. The places? I like Mysore. It's not in Kerala. Mysore is not in Kerala. We have a neighboring state. But we have Wayanad. Remember Wayanad? The place we went and see the many. അപ്പോൾ ഇവൾക്ക് സ്ഥലങ്ങളെല്ലാം Munnar. I never been in Munnar. മൂന്നാറിലെ ഫോട്ടോസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതുവരെ മൂന്നാറിന് പോയിട്ടില്ല. ബാക്കി കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ മൂന്നാറിന് പിന്നെ ഒരു ബോർഡർ മാതിരിയാണ്. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയിന്. പിന്നെ മൈസൂർ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ആ സമയത്ത് അവിടേക്ക് ഒരു പാലസും കാര്യമുള്ള കാര്യങ്ങളും ബാംഗ്ലൂരും ഇങ്ങനത്തെ ഇതെല്ലാം കാണാൻ പറ്റി. അതുപോലെ വയനാടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ വാട്ട് അബൌട്ട് ഫുഡ്? Before I don't like first I did India before. In the beginning, startup-ൽ ഓൾക്ക് But now I love everything now. ആ സമയത്ത് എന്തുകൊണ്ട് in the marriage all the buffet and the biryani, marriage biryani, wow. അപ്പോൾ ഇവൾക്ക് കറക്റ്റാണ് പറഞ്ഞത്. കാരണം ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ ഫുഡൊന്നും ആദ്യം ഇഷ്ടപ്പെട്ടില്ല. അതേമാതിരി ഇവള് നാട്ടിൽ വന്നിട്ട് നമ്മളെ കേരളത്തിലുള്ള ഒരു ഫുഡും ഇവൾക്ക് അങ്ങനെ ഇഷ്ടമില്ല. കാരണം എല്ലാം സ്പൈസിയാണ്. ഇവർ സ്പൈസി തിന്നിട്ട് ഒരേ ഇതില്ല, തീരെ തിന്നല്ലേ സ്പൈസി, നോ സ്പൈസി അറ്റോൾ. അപ്പോൾ ആ ഒരു ഇതിൽ ചിലപ്പം ഇവൾക്ക് അത് എന്തെങ്കിലും പക്ഷേ ഇപ്പം ഷീ ലവ് എവറിത്തിങ്. അതിന് ഓൾക്കിപ്പോൾ കുക്ക് ചെയ്യുന്ന എല്ലാം അറിയാം. ഇവളിപ്പോൾ ഒരു കല്യാണത്തിനോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തക്കാരിയില്ലേ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാം, എന്തീ പാർട്ടിയില്ല. കാരണം പാർട്ടീസ് വി വോണ്ട് ഗോ ടു പാർട്ടീസ്. എപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പാർട്ടിയില്ലെന്ന് ചോദിക്കും. കാരണം ഇവൾക്ക് ഫുഡ്, കാരണം പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡുകൾ ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കല്യാണം ഉണ്ടെങ്കിൽ ഒരു കല്യാണം നമുക്ക് മിസ് ചെയ്യും. ശരി. Remember one day I was sleeping and I wake up and your mom was making one donut. വട. And I thought it's normal donut, sugar. I thought it's a sugar donut. വിറ്റ പറയും. And I said, wow, donut. And then when I eat it, it's really spicy. എന്താ മനസ്സിലായോ? നമ്മൾ ഉഴുന്നുവടൻ്റെ ഉള്ളിൽ പച്ചമുളക് വെക്കുമല്ലേ. ഇവളൊരു ഉച്ചക്ക് ഉറങ്ങി എണീച്ചാൽ ഉമ്മ ഉണ്ടെന്നല്ല, നമ്മളുമ്മ ഇങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കുന്നു. ഉഴുന്നുവടൻ്റെ ഉള്ളിൽ പച്ചമുളക് ഇട്ടല്ലേ. ഇവളത് വിശന്നിട്ട് എണീച്ചിട്ട് നേരെ പണ്ട് കിച്ചിട്ട് അതൊക്കെ തന്നെ അടിച്ച് ഉമ്മ പറഞ്ഞു, ഉമ്മ തിന്നണ്ടെന്ന്. ഉമ്മ ചെന്നോ യൂസ് ഐ ലവ് ഇറ്റ്. അതിന് ഓള് തിന്നിട്ട് ഫസ്റ്റ് കടിച്ചത് പച്ചമുളക്. എൻ്റെ മോനെ അന്ന് കരഞ്ഞിട്ട് മുഖയിലെ ചോന്ന് പോയി കരഞ്ഞ് അതന്നെ ഓള് ഓട്ടം മേലെ സ്റ്റെപ്പ് മേലെ കയറി താഴെ വന്ന് അമ്മാരി സ്പൈസി. ഇപ്പോൾ പച്ചമുളക് വരെ ഇവർക്ക് സ്പൈസിയാണ് മൊറോക്കൻസിൻ്റെ ആൾക്കാർ. അത്രയും വളരെ സ്പൈസസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് മൊറോക്കൻസ് എല്ലാം സ്പൈസസ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ ടൂറ് പോകും. നമ്മൾ ഒരു 3-4 ട്രിപ്പ്. ഹണിമൂണ് ഓൾ എന്നോട് ചോദിച്ച്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മോഹൻലാൽ പോയാൽ മതി ഹണിമൂണ് പോയത്. കാരണം നമ്മൾ 32 പേര് ഒരു ബസ് പിടിച്ചിട്ടാണ് ഹണിമൂണ് പോയത്. ആ ഹണിമൂണ് 4 ദിവസമായിരുന്നു, 4 days ട്രിപ്പ്. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ 32 ആൾ വേറെ സ്ഥലത്തേക്ക്, വയനാട്, മൈസൂർ, ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറി നമ്മൾ ഓരോ ട്രിപ്പ് അടിക്കും. പിന്നെ എന്താപ്പോൾ മറ്റേ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തിലുണ്ട്, എന്താപ്പം ഇവർ ആതിരപ്പള്ളി, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് പോകും. എന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യും. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു.
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഒരു അങ്ങനെ ഒരു മാസം നമ്മൾ അടിച്ചു പൊളിച്ചു. ഇവർക്ക് എല്ലാവർക്കും യു ലവ് ദ ടൈം ദ ട്രിപ്സ് ഇവൻറ്റ് ബാംഗ്ലൂരാണ്. No? ബാംഗ്ലൂർ, No, the first trip. Mysore. വയനാട്, Violet. കൊടൈക്കനാൽ. One zoo, there is a zoo there. സൂ വയനാട്ടിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് ഓർമ്മയില്ല. സൂ ഇൻ മൈസൂർ, സൂസ് ഇൻ മൈസൂർ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല നല്ല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ട് ഇവരെ ഫാമിലിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉപ്പാൻ്റെ കാര്യങ്ങൾ ഉപ്പ എന്തുകൊണ്ട് ആ വീഡിയോയിൽ വരാത്ത ചോദിച്ചിട്ടുണ്ട്. ഇവളെ ഉപ്പ ഒരു 6 കൊല്ലം മുമ്പ് മരണപ്പെട്ടു. പെട്ടെന്നൊരു അറ്റാക്ക് വന്നതായിരുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു 2-3 വീക്സോളം കിടന്നു. അങ്ങനെയാണ് മരണപ്പെട്ടിട്ട് ഇപ്പം 7 years now. ബാബ 7. അങ്ങനെ നമ്മൾ കല്യാണ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് അപ്പം അൽഹംദുലില്ലാ നമ്മളെ കല്യാണം എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഞാനും ഷെയ്മയും കുവൈത്തിലേക്ക് വന്നു. ഷെയ്മയുടെ ഉപ്പ ഉമ്മ അനിയത്തിയും കുവൈത്തിൽ നിന്ന് നേരെ കസബ്ലാങ്കിലേക്ക് ഫ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ഞാൻ പിന്നെ കല്യാണത്തിന് അവിടെ നാട്ടിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഇവളെ വിസ എടുത്തിട്ട് കുവൈത്തിൽ നിന്ന്, ഞാൻ കുവൈത്തിലാണല്ലോ ജോലി ചെയ്തിരുന്നത്. ആ സമയം നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഇവളെ വിസ ഞാൻ എടുത്തിരുന്നു, കുവൈത്ത് വിസ. കാരണം നമ്മൾ നിക്കാഹ് 2001 കൊല്ലം മുമ്പ് കഴിഞ്ഞത് കൊണ്ട് എനിക്ക് ആ 1 year ടൈമിൽ ഇവരെ വിസ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി. കാരണം ലീഗലി മാരേജ് ആയതുകൊണ്ട് അവൻ്റെ ഡോക്യുമെൻറ്റ് ശരിയാക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരു മേ ബി 5 years വി വെയർ ഇൻ കുവൈത്ത് ടുഗദർ, 4 or 5. 2010, 9 and we കുവൈത്ത്. അപ്പോൾ അങ്ങനെ ആ സമയം നമ്മൾ 2007, 8, 9, 10 4 കൊല്ലം 4 years. അപ്പോൾ 2007 നമ്മൾ കുവൈത്തിൽ സെറ്റിൽഡായി രണ്ടുപേരും. എന്നിട്ട് നമ്മൾ രണ്ടാളും കുവൈത്ത് നല്ലൊരു സ്ഥലമാണ്. നമ്മളവിടെ 4 കൊല്ലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു. കമ്പനി അപ്പാർട്ട്മെൻറ്റ് തന്നിരുന്നു, നമ്മൾ ഒന്നിച്ചായിരുന്നു ജീവിതം. അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ഓഫീസിലും ഇവൾക്ക് എൻ്റെ ഓഫീസിൽ തന്നെ ഇവൾക്കും ഒരു 7 months വരെ പെർമനൻറ്റ് ജോബായിരുന്നു. പക്ഷേ 7 months ആയാലും ഷേമ ബിക്കം പ്രഗ്നൻറ്റ് ഡരീൻ. അങ്ങനെ ആ സമയം നമ്മൾ എന്നിട്ട് പ്രഗ്നൻ്റ് ആയാലും ഷീ ക്വിറ്റ് ദ ജോബ്. എന്നിട്ട് നമ്മൾ പിന്നെ അതിനുശേഷം പിന്നെ അവൾ ജോബൊന്നുമില്ല. പിന്നെ ഐ വർക്ക് ഫോർ ഷെയ്മ വർക്ക് ഫോർ അവർ കിഡ്സ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു. കമ്പനി ക്ലോസിങ് ടൈമായി 2009 കമ്പനി ക്ലോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ദുബായിലേക്ക് ഓഫർ കിട്ടി. ആ സംബന്ധം 2008 ഞാൻ മൊറോക്കോയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു എൻ്റെ ബ്രദറായിട്ട്. എനിക്കൊരു ഫ്യൂച്ചർ മൊറോക്കോ കണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ പണി വിടാണ്ട് തന്നെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് മൊറോക്കോയിൽ കുറച്ച് ബിസിനസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ എനിക്ക് 2010 കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ ദുബായിലേക്ക് ഓഫർ ഇട്ടിട്ട് ഞാനത് റിജക്റ്റ് ചെയ്തു. ഐ വാസ് ഹാപ്പി വിത്ത് കം ടു മൊറോക്കോ. അങ്ങനെ മൊറോക്കോയിൽ വന്നു. മൊറോക്കോയിൽ അതേമാതിരി നമ്മളിപ്പം 2010 മുതൽ ഇപ്പോൾ 2010 കൊല്ലം ഇപ്പോൾ നമ്മൾ മൊറോക്കോയിൽ സെറ്റിലായിട്ട് അൽഹംദുലില്ലാ ഓൾ ഇസ് ഫൈൻ. നിങ്ങളെല്ലാവരും നമ്മളെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ പിന്നെ ഓരോ ഫണ്ണി വീഡിയോസും നമ്മളെക്കൊണ്ട് കഴിയുന്ന വീഡിയോസെല്ലാം ഇട്ടിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പോകാം. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് സുനീൽ കാൻഡി ആൻഡ് ഷെയ്മ. ബൈ ബൈ. American Junction. No junction in America. Junction illata American. How many kilometers from Washington to Miami? How many kilometers from Washington to Miami? I am the answer. Kilometers are kilometers. From Washington to Miami, Miami to Washington, complicated. Washington to India to Miami, everything. No grammar. No grammar? Get out of my house, wife, mother, wife, dad. Get out of my house. My father, mother house, my father, mother house. Wait. Subscribe. Subscribe.